Hi friends, welcome to my channel. ഇന്ന് കിച്ചണിൽ നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാം. ഉന്നക്കായയ്ക്ക് വേണ്ടത് പഴം, നേന്ത്രപ്പഴമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നല്ല പാകമായതല്ല, എന്നാൽ ഒരുവിധം ആയിട്ടുള്ള നേന്ത്രപ്പഴം വേണം. അപ്പോൾ അതിന് മുൻപ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ 10 മണിക്ക് നമ്മുടെ വീഡിയോ ഉണ്ടായിരിക്കും, അപ്പോൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളുടെ നേന്ത്രക്കായ ഇതുപോലെ നമുക്കതിൻ്റെ നടുക്കിലുള്ള അരിയെല്ലാം ഒന്ന് കളയണം, അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ചെത്തിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടത് തിരിച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മളൊരു ഇഡ്ഡലി തട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ആവി കൊള്ളിച്ച് വേവിക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞ് ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. മറ്റേത് വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കുമ്പോൾ എന്താ പറയുക, നല്ല കുഴഞ്ഞു പോകും വേഗം നമ്മൾ പഴം. അപ്പോൾ ഒരുവിധം ഒന്ന് ആവി കൊണ്ടാൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ പഴം ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടോടുകൂടി തന്നെ ഒന്ന് മാറ്റിയെടുത്ത് ഒന്ന് ഉടച്ചു കൊടുക്കുക, നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. നമ്മളതിൻ്റെ അരിയൊക്കെ മാറ്റി കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള ഈ വെന്ത് കഴിഞ്ഞ പഴം നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. നന്നായിട്ട് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ചൂടാറി കഴിയുകയാണെങ്കിൽ ഒന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുത്താലും മതി. അങ്ങനെ തരികളൊന്നും ഇല്ലാതെ നമ്മൾ തയ്യാറാക്കിയത് അവിടെ മാറ്റി വെച്ചു, കുഴച്ചെടുത്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് പഞ്ചസാര സിറപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തത്. പഞ്ചസാര ഇട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങ ചിരകിയത്, അതും ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി നമ്മൾ ഈ പഞ്ചസാര സിറപ്പിൽ കിടന്ന് നമ്മളെ തേങ്ങ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. ഇനി ഏലക്കായ പൊടിച്ചത് ഒന്ന് ചതച്ചത് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഫൈൻ പൗഡർ ആക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം, പഞ്ചസാരയുടെ ഈ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ നമ്മൾ ഈ തേങ്ങ അതിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. കാരണം നമുക്ക് ഈ ഒരു ഫില്ലിങ് തയ്യാറാക്കാനാണ്. അപ്പോൾ ഇതിനെ തേങ്ങാപ്പണ്ടെന്ന് കേട്ടോ പറയുക. ഉന്നക്കായ നമ്മളുടെയൊക്കെ മലബാറിലെ സ്പെഷ്യലായി ഒരു പലഹാരമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പലഹാരം കൂടിയാണ്. ടേസ്റ്റുമാണ് കേട്ടോ, കഴിക്കാനും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അങ്ങനെ നമ്മളുടെ ഈ ഫില്ലിങ്ങിന് വേണ്ട കാര്യം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം വറ്റി കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മളുടെ നേന്ത്രപ്പഴം നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഇതുപോലെ പരത്തി അത് ഈ ഫില്ലിങ് അതിലേക്ക് നിറച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇതുപോലെ പരത്തിയെടുത്ത് നമ്മൾ തയ്യാറാക്കിയിട്ട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത് കേട്ടോ നമ്മളെ ഫില്ലിങ്ങിൽ. പഞ്ചസാര എല്ലാം വറ്റിയിട്ട് വരണം. അത് ഈ പഴത്തിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്ത് ഇനി ഇത് ഇങ്ങനെ നമ്മൾ ഉന്നക്കായുടെ ഷേപ്പിൽ ഇതുപോലെ നീളനെ ഒന്ന് ഉരുട്ടിയെടുക്കുക. കയ്യിലിട്ട് ഒന്നിങ്ങനെ റോൾ ചെയ്തെടുക്കുക. അല്പം എണ്ണ വേണമെങ്കിൽ ഒന്ന് കയ്യിൽ തടവാം. ഓയിലൊന്ന് തടവിയതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അങ്ങനെ ബാക്കിയുള്ള നമ്മളുടെ നേന്ത്രപ്പഴത്തിൻ്റെ ആ പേസ്റ്റ് ഉണ്ടല്ലോ കുഴച്ച് വെച്ചത്, അതും ഇതുപോലെ നമ്മൾ കയ്യിലിട്ടൊന്ന് പരത്തി ഫില്ലിങ് വെച്ച് ഒന്ന് റോൾ ചെയ്തെടുക്കുക. നല്ല കനം കുറഞ്ഞ് നമ്മൾ പരത്തരുത് കേട്ടോ, എന്നാൽ കട്ടി കൂടി പോവാനും പാടില്ല. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ബാക്കിയുള്ള എല്ലാം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം നമുക്കണ്ട് മാറ്റി വയ്ക്കാം. കണ്ടോ ഇതുപോലെ. ഇപ്പോൾ ഞാനിവിടെ ഒരു 5 എണ്ണമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉന്നക്കായ്ക്ക് വേണ്ട ഫില്ലിംഗ് എല്ലാം നിറച്ചിട്ടുള്ള ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് പാൻ അടുപ്പത്ത് വയ്ക്കുക. പൊരിച്ചെടുക്കുന്നതിനുള്ള വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ചു. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിക്കാൻ ശ്രമിക്കുക. കാരണം ഇത് പെട്ടെന്ന് അങ്ങോട്ട് ബ്രൗൺ കളറായിട്ട് മാറും. ഇതിന് പുറം ഭാഗമല്ല, പഴമല്ല, എല്ലാം വെന്തതാണ്. നമ്മൾ ഫില്ലിംഗ് ആണെങ്കിലും നേന്ത്രപ്പഴമാണെങ്കിലും ഒക്കെ വേവിച്ചതാണ്. ഇനി ഒന്നും ആവാനില്ല അധികം. അപ്പോൾ എണ്ണയിലിട്ടൊന്ന് മൊരിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. എണ്ണയിലിട്ടിട്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ അടി പിടിക്കാനൊക്കെ ഉള്ള പഴമല്ലേ, അപ്പോൾ അടി പിടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ റോൾ ചെയ്ത് കുറച്ചൊന്ന് ബ്രൗണിഷ് ആവുന്ന സമയത്ത് നമുക്കിതുകൊണ്ട് കോരിയെടുക്കാം. അപ്പോൾ ഒരു പരമ്പരാഗതമായിട്ട് തയ്യാറാക്കുന്നൊരു വിഭവം കൂടിയാണ് ഉന്നക്കായ.
അപ്പോൾ ആ പഴത്തിൻ്റെ ചെറിയൊരു പുളിപ്പും അതുപോലെ നമ്മൾ ഫില്ലിങ്ങിൽ ചേർക്കുന്ന പഞ്ചസാരയുടെ ആ ഒരു മധുരമൊക്കെ കൂടിയാകുമ്പോൾ ഏലക്കായുടെ ആ ടേസ്റ്റും ഒക്കെ കൂടിയാകുമ്പോൾ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കുക. അപ്പോൾ നമ്മുടെ ഉന്നക്കായ എല്ലാം നമ്മൾ വറുത്ത് കോരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ, താങ്ക് യു.